helping small business to flourish because of digitalization. ആ ഡിജിറ്റലൈസേഷന്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഇക്കണോമിക് കോൺസിക്വൻസസ് ഉണ്ട്. നമ്മൾ പോയിട്ട് ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് ഇതിനെ കുറിച്ചൊന്നും ആലോചിക്കില്ല. ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ദി ഇക്കോണമി, ഹെൽപ്പിംഗ് ദ ബിസിനസ് സബ്സ്റ്റാൻഷ്യൽ. പത്രത്തിൽ വായിക്കും ഇന്ത്യ ഹാസ് ബിക്കം ദ തേർഡ് ലാർജസ്റ്റ് ഇക്കോണമി. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോളൂ. പത്രം വായിക്കുമ്പോൾ അന്ന് ജമാൽ സാർ ആ ബജറ്റ് ടോക്കിൽ പറഞ്ഞിരുന്നു. അതിപ്പോ പത്രത്തിൽ വായിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നും. Nirmala Sitaram was very much shrewd in playing the game in a better way, and Indian economy is really in a swing position. ഇതൊക്കെ പ്രധാനമായിട്ടുള്ളത് ഒരു 4-5 ലൈനായിട്ട് പറയാണ്. ഇന്ത്യാസ് ഹൈവേ നെറ്റ്വർക്ക് ഹാസ് ഡബിൾഡ് ഇൻ ദ ലാസ്റ്റ് 10 years. നാഷണൽ ഹൈവേ, കേരളത്തിൽ നമ്മുടെ റോഡുകളൊക്കെ വളരെ മോശമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ കുന്നംകുളം റോഡ് മഹാകഷ്ടമാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നാഷണൽ ഹൈവേ വളരെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 10 വർഷത്തിൽ ഡബിൾ ചെയ്തിട്ടുണ്ട് ഹൈവേ നെറ്റ്വർക്ക്. എയർപോർട്ട്സ് 70 നിന്ന് 140 കൂടുതലായി, മോർ ദാൻ ഡബിൾ. ഡൊമസ്റ്റിക് എയർ ട്രാഫിക് ട്രിപ്പിൾ ചെയ്തു, 3 മടങ്ങ്, 300%, 3 മടങ്ങ്, 200%, അതായത് 3 മടങ്ങ് വർദ്ധിച്ചു എയർ ട്രാഫിക്. ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി 40 times. നിങ്ങൾ എല്ലാവരും ബ്രോഡ്ബാൻഡ് ഉപയോഗിക്കുന്നതായിരിക്കും. 40 മടങ്ങാണ് 10 കൊല്ലത്തിന്റെ ഉള്ളിൽ. 40 മടങ്ങാണ്, ശതമാനമല്ല കേട്ടോ, 40,000%. 40 times. ഇതും അതിന്റെ കൂടെ GST ഈസ് ഇന്റഗ്രേറ്റിംഗ് ദ നാഷണൽ ഇക്കോണമി. അതുകൂടാണ്ട് നമുക്ക് ജാം ട്രിനിറ്റി എന്ന് പറഞ്ഞ ജൻധൻ ആധാർ മൊബൈൽ, ആധാറും പാനൊക്കെ ലിങ്ക് ചെയ്ത് ജൻധൻ അക്കൗണ്ട് ഉണ്ടാക്കി. ആ ജൻധൻ അക്കൗണ്ടുകളെയാണ് ജാം എന്ന് പറയുന്നത്. ജാം ട്രിനിറ്റി എന്നാണ് പറയാ. ജൻധൻ ആധാർ മൊബൈൽ. ആധാർ എന്നുള്ളത് ഇന്ത്യക്ക് മാത്രം യുണീക്ക് ആയിട്ടുള്ള സംഗതിയാണ്. മറ്റു പല രാജ്യങ്ങളും അത് വന്നിട്ട് ഇന്ത്യയിൽ വന്ന് പഠിച്ച് അവിടെയൊക്കെ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇൻഫോസിസിന്റെ ഒരു പ്രൊമോട്ടർ ആയിരുന്ന നന്ദൻ നിലക്കനിയാണ് ഇതിന്റെ ഒരു ബ്രെയിൻ. ആധാറിന്റെ ബയോമെട്രിക്, ഓരോ വ്യക്തിക്കും ഒരു യുണീക്ക് ID കൊടുക്കുന്ന സിസ്റ്റം. അതോടുകൂടെ തട്ടിപ്പൊക്കെ തന്നെ ഇല്ലാണ്ടായി പല മേഖലകളിലും. ഉദാഹരണം പറയാം, പാനും ആധാറും കൂടെ ലിങ്ക് ചെയ്ത സമയത്ത്, ഇൻകം ടാക്സിലെ പെർമനന്റ് അക്കൗണ്ട് നമ്പറും ആധാറും കൂടെ ലിങ്ക് ചെയ്ത സമയത്ത് എന്താ ഉണ്ടായത് അറിയോ? നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വിശ്വസനീയമായി തോന്നില്ല. അത് 11 കോടി പാൻ അക്കൗണ്ട് പോയി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? 11 കോടി പാൻ അക്കൗണ്ട് വ്യാജമായിരുന്നു. നികുതി വെട്ടിക്കാൻ വേണ്ടിയിട്ട് 11 കോടി പാൻ അക്കൗണ്ടുകൾ ആൾക്കാർ എടുത്തിരുന്നു. ആധാർ ഒന്നല്ലേ പറ്റുള്ളൂ, നിങ്ങളുടെ ബയോമെട്രിക്കും നിങ്ങളുടെ ഐറീസും ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ എന്തുണ്ടായി? 11 കോടി പാൻ അക്കൗണ്ട് റദ്ദായി. അതൊരു ക്ലീനിങ് പ്രോസസ്സാണ് ഇക്കോണമിയിൽ. ഇതൊക്കെ തന്നെ ഇക്കോണമിനെ ആകെ മാറ്റിമറിക്കുന്നതാണ്. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഇന്നിപ്പോ എല്ലാവരും ഗൂഗിൾ പേ ആണ്. 10 രൂപയുടെ സാധനം വാങ്ങി അടക്കം ഗൂഗിൾ പേ ചെയ്യാം, എഫിഷ്യന്റ് ആണ്. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിൽ നമ്പർ 1 ഇൻ ദ വേൾഡ് ഈസ് ഇന്ത്യ. നമ്പർ 1 ഇൻ ദ വേൾഡ് ഈസ് ഇന്ത്യ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിന്. കാരണം 140 കോടി ആൾക്കാരാണ്. അതിൽ മഹാഭൂരിപക്ഷം നിങ്ങളെ പോലുള്ള ചെറിയ കുട്ടികളാണ്. എല്ലാവർക്കും ഗൂഗിൾ പേ ഉണ്ടായിരിക്കും. എന്ത് സാധനം വാങ്ങിയാലും ഒരു സ്മാർട്ട് ഫോണിലൂടെ പേയ്മെന്റ് നടത്തി. ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ക്ലീൻ ട്രാൻസാക്ഷൻസ് ആണ്. അതിന്റെ ഫലമായിട്ട് ബാങ്കുകൾക്കും ചെറുതായിട്ടുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിന്റെ ഗുണം, ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചു കാണില്ല. ഗൂഗിൾ പേ കൊടുക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഇക്കണോമിക് കോൺസിക്വൻസസ് എന്താണെന്ന് അറിയില്ല. ഉദാഹരണം പറയാം, ONDC എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ്. അതാണ് ONDC. അതായത് ഉദാഹരണത്തിന് ഒരു മാർജിനൽ എന്റർപ്രൈസ്, ഒരു ചെറിയ കച്ചവടക്കാരനാണ്, കട ചെറുതാണെങ്കിലും നല്ല കച്ചവടമൊക്കെ ഉണ്ട്. അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. ഒരാളും അയാളുടെ ഭാര്യയും പിന്നെ 2 ജോലിക്കാരെ വെച്ച് നടത്തുന്ന ഒരു ബിസിനസ് എന്ന് വെച്ചോ. നല്ല ബിസിനസ് ഉണ്ട്, പക്ഷേ ക്യാഷിലാണ് ട്രാൻസാക്ഷൻസ് ഒക്കെ തന്നെ. അപ്പൊ ബാങ്കിൽ പോയിട്ട് ലോൺ ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് പറയും നിങ്ങളുടെ ബിസിനസ് വോള്യൂം എത്രയാ? അത് പറയാം ബിസിനസ് വോള്യൂം എനിക്ക് ഒരു കൊല്ലത്തില് 1 കോടി ഉണ്ട്. അതിന്റെ രേഖ എന്താന്ന് വെച്ചാൽ രേഖയൊന്നും ഇല്ല, കാരണം ഒക്കെ ക്യാഷാണ്. ഇപ്പൊ എന്താണ്? രേഖയുണ്ട്. ഗൂഗിൾ പേ ആയി കഴിഞ്ഞാൽ Paytm പേയ്മെന്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോണത്. അപ്പൊ ചെറിയ കച്ചവടക്കാരന് ബാങ്കിൽ പോയിട്ട് എന്റെ ടേൺ ഓവർ ഇത്രയെന്ന് പറഞ്ഞാൽ ആ ടേൺ ഓവർ ഇത്രയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രം ലോൺ കിട്ടും. അപ്പൊ യു ആർ ഫെസിലിറ്റേറ്റിംഗ് ക്രെഡിറ്റ് ഇൻ ദി ഇക്കോണമി, ഹെൽപ്പിംഗ് സ്മോൾ ബിസിനസ് ടു ഫ്ലറിഷ് ബിക്കോസ് ഓഫ് ഡിജിറ്റലൈസേഷൻ. ആ ഡിജിറ്റലൈസേഷന്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട്
ഇക്കണോമിക് കോൺസിക്വൻസസ് ഉണ്ട്. നമ്മൾ പോയിട്ട് ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കില്ല. ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ദി ഇക്കോണമി, ഹെൽപ്പിംഗ് ദ ബിസിനസ് സബ്സ്റ്റാൻഷ്യലി. നെക്സ്റ്റ് വൺ പ്ലീസ്. അതുകൊണ്ട് ഒരു സ്ലൈഡും കൂടെ ഉള്ളൂ, അതുകൊണ്ട് അവസാനിപ്പിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ നമ്മുടെ GDP ഇപ്പൊ പറഞ്ഞല്ലോ, ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ ഇക്കോണമിയായി മാറും 2027. ഇപ്പൊ നമ്മൾ 5ാമത്തെ വലിയ ഇക്കോണമിയാണ്. നമ്പർ 1 is USA, നമ്പർ 2 is China, നമ്പർ 3 is Japan, നമ്പർ 4 is Germany, നമ്പർ 5 is India. ഇന്ത്യ 14ാമത്തെ ആയിരുന്നു 10 വർഷം മുമ്പ്. ഇപ്പൊ അതിനെ ഓരോന്നിനെയും ഓവർടേക്ക് ചെയ്ത് നമ്മളിപ്പോ 6ാമത്തെ സ്ഥാനത്താണ്. 5 അധികം താമസിയാണ്ടാവും. കാരണം ജർമ്മനിന്റെയും നമ്മുടെ GDP ഏകദേശം 3.9, കഷ്ടി 4ന്റെ അടുത്താണ്. ഈ വർഷം തന്നെ $4 ട്രില്യൺ GDP ആയിരിക്കും. പിന്നെ നമ്മള് 12% നോമിനൽ ഗ്രോത്ത്, 7% GDP ഗ്രോത്ത് പ്ലസ് 5% ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ 12% നോമിനൽ GDP ഗ്രോത്ത് ആണ്. ഇപ്പൊ ഇന്ത്യയിൽ 12% ഒരു വർഷം നോമിനൽ GDP ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ ജർമ്മനിയിൽ പരമാവധി ഉണ്ടാവുക 2ആണ്, ജപ്പാനിൽ പരമാവധി ഉണ്ടാവുന്ന 1.5ആണ്. അപ്പൊ 2 വർഷം കൊണ്ട് ഈ രാജ്യങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് സിമ്പിൾ അരിത്മെറ്റിക് ആണ്. അതിന്റെ ഇക്കണോമിക്സ് മനസ്സിലാക്കിയാൽ മതി. 2027 നിങ്ങൾ പത്രത്തിൽ വായിക്കും, ഇന്ത്യ ഹാസ് ബിക്കം ദ 3rd ലാർജസ്റ്റ് ഇക്കോണമി. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോളൂ. പത്രം വായിക്കുമ്പോൾ അന്ന് ജമാൽ സാർ ബജറ്റ് ടോക്കിൽ പറഞ്ഞിരുന്നു, അതിപ്പോ പത്രത്തിൽ വായിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നും. ഇന്ത്യ ഹാസ് ബിക്കം ദി 3rd ലാർജസ്റ്റ് ഇക്കോണമി. ആദ്യം 4th ലാർജസ്റ്റ് ആയിരിക്കും, ജർമ്മനി ഓവർടേക്ക് ചെയ്ത്, പിന്നെ 3rd ലാർജസ്റ്റ് ആവും. 3rd ലാർജസ്റ്റ് ആയിട്ട് കുറെ കാലം നിൽക്കും. പിന്നെ 2nd ഒക്കെ ആവണമെങ്കിൽ ഒരുപാട് കാലം ഉണ്ടാവണം, കാരണം ചൈന നമ്മളെക്കാളും ബഹുദൂരം മുന്നിലാണ്. പക്ഷെ പ്രധാന ഈ ചാർട്ട് നോക്കി നോക്കൂ, ഈ ഒരു ടേബിൾ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ ബോൾഡ് ആയിട്ട് കാണിച്ചു 2008 നമ്മുടെ GDP എത്രയാ? 1239 എന്ന് പറയുമ്പോൾ 1.239 ട്രില്യൺ ആണ്. 1000 ബില്യൺ ആണ് 1 ട്രില്യൺ. അപ്പൊ 4 ഡിജിറ്റ് എത്തുന്നത് 2008 അതായത് സ്വാതന്ത്ര്യം കിട്ടി 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 61ാമത്തെ വർഷം, 60 വർഷം വേണ്ടി വന്നു $1 ട്രില്യൺ GDP ആവാൻ. പിന്നെ 1.1 എന്നുള്ളത് 2 കഴിയുന്നത് എപ്പോഴാ? 2015, അതും ബോൾഡിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ, 5ാമത്തെ കോളത്തിൽ. 2015 ആയപ്പോ 2 എക്സീഡ് ചെയ്തു, 2039 ബില്യൺ അല്ലെങ്കിൽ 2.039 എന്നുള്ള GDP ആയി. 2ാമത്തെ ട്രില്യൺ ആഡ് ചെയ്യാൻ എത്ര വർഷം വേണ്ടി വന്നുള്ളൂ? 7 വർഷമേ വേണ്ടി വന്നുള്ളൂ, 8 വർഷമേ വേണ്ടി വന്നുള്ളൂ. അടുത്ത ട്രില്യൺ 2021 വരേണ്ടതാണ്, പക്ഷെ അവിടെ കോവിഡ് വന്നു. അത് കാരണം വാസ്തവത്തിൽ 2 വർഷം നഷ്ടമായി. പിന്നെ നമ്മൾ 3 ട്രില്യൺ ആയത് 2022 കാണാം, 2022. ഇനി 4 നമ്പർ ഓഫ് ഇയേഴ്സ് നോക്കി നോക്കൂ. നമ്പർ ഓഫ് ഇയേഴ്സ് കുറഞ്ഞു വരുന്നു. 60 എന്നുള്ളത് 15 വർഷം, 15 എന്നുള്ളത് 8 വർഷം. 2025 നമ്മൾ 4 ട്രില്യൺ ആവും. പിന്നെ 4ന്ന് 5 ആവുന്നതും 5ന്ന് 6 ആവുന്നതും 6ന്ന് 7 ആവുന്നതും വെറും 2 വർഷത്തിന്റെ ഉള്ളിലാണ്. 7ന്ന് 8 ആവുന്നത് ഒറ്റ വർഷത്തിലാണ്. അതിന് സിഗ്നിഫിക്കൻസ് മനസ്സിലാവുന്നുണ്ടോ? 2031 7.4 ട്രില്യൺ എന്നുള്ളത് 2032 ഒറ്റ വർഷത്തിൽ 8.2 ട്രില്യൺ ആവുന്നു. 1 ട്രില്യൺ അപ്രോക്സിമേറ്റ്ലി ആഡ് ചെയ്യണു ഒറ്റ വർഷത്തില്. ആ 1 ട്രില്യൺ ഉണ്ടാവാൻ 60 വർഷം വേണ്ടി വന്നു എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ അത്രയും ബേസ് വലുതാവുമ്പോൾ കുറച്ച് സമയം മതി. ഇതിന്റെ ഇക്കണോമിക് സിഗ്നിഫിക്കൻസ് എന്താ? ഇങ്ങനെ GDP വളരുമ്പോൾ പെർ ക്യാപിറ്റ ഇൻകം വളരും. ഇപ്പൊ $2,500 നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുമ്പോൾ $5,000 ആയിട്ട് വർദ്ധിക്കുമ്പോൾ കൂടുതൽ ആളുകൾക്ക് സ്കൂളിൽ സാധനം വാങ്ങിക്കാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഉണ്ട്, കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും, മിക്ക ആൾക്കാർക്കും ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പോഴും ഒരുപാട് പേർക്ക് സ്മാർട്ട് ഫോൺസ് ഇല്ലാത്ത നിങ്ങളെ പ്രായത്തിലുള്ള കുട്ടികളുണ്ടാവും. പ്രത്യേകിച്ച് ബീഹാർ, UP, ഉത്തരാഖണ്ഡ് ആ പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഇപ്പോഴും കാറുള്ള കുടുംബങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാറുള്ള ഫാമിലി 7% ഉള്ളൂ. 7% കുടുംബങ്ങൾക്ക് കാറുള്ളൂ. അപ്പൊ വരുമാനം വർദ്ധിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ 7% കുടുംബങ്ങൾ എന്നുള്ളത് 14% ആയാലോ, ഡബിളായി. കാറിന്റെ ഡിമാൻഡ് ഗണ്യമായി വർദ്ധിക്കും. വാഷിംഗ് മെഷീൻ ഇപ്പോഴും ഉള്ളത് കേരളത്തിലൊക്കെ തന്നെ വ്യാപകമായിട്ടുണ്ടെന്ന് പറയാം, പക്ഷെ വാഷിംഗ് മെഷീൻ ഇപ്പോഴും ഉള്ളത് 14% കുടുംബങ്ങൾക്കേ ഉള്ളൂ. ഡിഷ് വാഷർ എന്ന് പറയുന്നത് വളരെ ചെറിയ ശതമാനം ഉണ്ടാവുള്ളൂ.
ബീഹാറിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒഡീസയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഗ്രാമപ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ റെഫ്രിജറേറ്റർ ഇല്ലാത്ത കുടുംബങ്ങൾ ഇപ്പോഴും വളരെ ധാരാളം ഉണ്ട്. കേരളത്തിലൊക്കെ തന്നെ ഫ്രിഡ്ജ് എന്ന് നമ്മൾ പറയുന്ന റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ആദ്യത്തെ റെഫ്രിജറേറ്ററിന്റെ പേരായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഫ്രിഡ്ജ് എന്നുള്ള പേര് വന്നു. ഫ്രിഡ്ജിഡയർ എന്നായിരുന്നു ആദ്യത്തെ റെഫ്രിജറേറ്ററിന്റെ പേര്. നമ്മൾ ഫ്രിഡ്ജ് ഉണ്ടോന്നല്ലേ ചോദിക്കുക, അത് ബ്രാൻഡ് നെയിമാണ്. ഡാൽഡ എന്ന് പറയുന്ന ഡാൽഡ എന്ന് പറയുന്നത് വനസ്പതിന്റെ ജനറിക് നെയിമാണ് വനസ്പതി എന്ന് പറയുന്നത്. ജീപ്പ് ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ ആണ്. ക്രിസ്ലർ കോർപ്പറേഷന്റെ ആദ്യത്തെ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ ആണ് ജീപ്പ്. നമ്മൾ ആൾക്കാർ ജീപ്പ് എന്ന് പറയുമല്ലോ, അത് ജനറിക് നെയിം, ബ്രാൻഡ് നെയിം അത്രയും പോപ്പുലർ ആകുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ ഫ്രിഡ്ജ് പറഞ്ഞ സാധനം, റെഫ്രിജറേറ്റർ ഇല്ലാത്ത കുടുംബങ്ങളാണ് ബഹുഭൂരിപക്ഷം ഉണ്ടാവുക ഒഡീസയിലും ബീഹാറിലും UP-യിലെ ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പൊ വരുമാനം കൂടുമ്പോൾ എന്തുണ്ടാവുന്നത്, കാറിന്റെയും മോട്ടോർ സൈക്കിളിന്റെയും സ്കൂട്ടറിന്റെയും ഇലക്ട്രിക് കാറിന്റെയും വാഷിംഗ് മെഷീന്റെയും റെഫ്രിജറേറ്ററിന്റെയും സ്മാർട്ട് ഫോണിന്റെയും ഒക്കെ ഡിമാൻഡ് ഇങ്ങനെ കൂടി വരും. കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം. കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ കൂടുതൽ കമ്പനികൾ വേണം, മാനുഫാക്ചറിങ് വരും, തൊഴിലവസരങ്ങൾ ഉണ്ടാവും, സർവീസസ് വരും, തൊഴിലവസരങ്ങൾ ഉണ്ടാവും. ഇന്ത്യയിലെ 60% ജോബ്സ് ഉണ്ടാവുന്നത് സർവീസസ് മേഖലകളിലാണ്. സർവീസസ് ആയാലും മാനുഫാക്ചറിങ് ആയാലും എന്ത് ബിസിനസ് ആയാലും അവിടെയൊക്കെ അക്കൗണ്ടൻസിന് വേണം. ഞങ്ങളെ പോലെയുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള അക്കൗണ്ടൻസിന് വേണം. അപ്പൊ കൂടുതൽ അക്കൗണ്ടൻസിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള ഒരു കമ്മിങ് സിനാരിയോ. അതാണ്. അപ്പൊ ഞാൻ ബജറ്റിന്റെ അപ്പുറം പോയിട്ട് ഈ ഒരു GDP ട്രെൻഡ്സ്, അതിന്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന തരത്തിലാണ് ബജറ്റിൽ നിന്നും സ്വല്പം ഒന്ന് മാറിയിട്ട് ഇന്ത്യയിൽ അടുത്ത കുറച്ച് വർഷങ്ങളിൽ ഉണ്ടാവാൻ പോണ GDP ഗ്രോത്ത് എന്താണ്, അതുണ്ടാക്കുന്ന അവസരങ്ങൾ എന്താണ് എന്നും കൂടെ പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. സമയം വളരെ 1 മണിക്കൂർ കൂടുതലായി തോന്നുന്നുണ്ട് അല്ലേ? 1 മണിക്കൂറിൽ കൂടുതലായി. ഏതായാലും ഇത് ഇത്രയധികം സ്റ്റുഡൻസിനെ ഇപ്പൊ എനിക്ക് വീട്ടിലിരുന്ന് സംസാരിക്കുമ്പോൾ ഇത്രയധികം സ്റ്റുഡൻസിനെ അഡ്രസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ അതിപ്പോ ഡിജിറ്റൽ ഇക്കോണമീന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇത്രയും പേര് നിങ്ങൾ ട്രാവൽ ചെയ്ത് സാഹിത്യ അക്കാദമിക്ക് വരികയാണെങ്കിൽ ഇപ്പൊ എത്ര പേരാണ് അതിനകത്ത് പങ്കെടുത്ത് എനിക്ക് അറിഞ്ഞുകൂടാ. 200 പേരാണെങ്കിൽ 200 പേരുടെ ട്രാവലിംഗ് എക്സ്പെൻസസും അവിടെയുള്ള വാടകയും ഒക്കെ തന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിന്റെ കോസ്റ്റ് ഇസ് വെരി സിഗ്നിഫിക്കൻറ്റ്. അപ്പൊ ഒരു ഡിജിറ്റൽ ഇക്കോണമി ഒരു നോളജ് ഇക്കോണമി ആയിട്ട് മാറുന്നതും ആ ഡിജിറ്റൽ ഇക്കോണമിയുടെ അഡ്വാൻറ്റേജസും കൂടെ ഈ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ താങ്ക് യു വെരി മച്ച്. ഇനി ബജറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. Q&A സെഷനിലേക്ക് പോവാം അടുത്തൊരു 10 മിനിറ്റ്. ഹലോ, ഐ എം ഷുവർ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. എസ്പെഷ്യലി സ്കിൽഡ് ദ അൺസ്കിൽഡ്, ദാറ്റ് വി റിയലി ഹാവ് ടു നോട്ട് ദ പോയിന്റ് ആൻഡ് എവറിബഡി ഷുഡ് കം ഫോർവേഡ് ആൻഡ് സ്കിൽ അവർ സെൽഫ്. നോട്ട് ഓൺലി ദ യങ്ങർ ജനറേഷൻ, യെസ് ഓഫ് കോഴ്സ് ദേ ഹാവ് മോർ മാർക്കറ്റ്, മറ്റുള്ളവരും. അപ്പൊ കുട്ടികൾക്ക് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. I am very much impressed with the presentation of the budget, and I am very convinced Nirmala Sitaram was very much shrewd in playing the game in a better way, and Indian economy is really in a sweet position for the younger generation with regard to the growth and etc. It's really, I feel really proud to see the development India is having from that 60 years to one year we are moving, meaning അതിന്റെ ബെനിഫിറ്റ് മുഴുവൻ യങ്ങർ ജനറേഷൻ ആണ്. അതിന് നിങ്ങൾ എല്ലാവരും തന്നെ യു ഷുഡ് ഗിയർ അപ്പ് according to the market condition with the skill and so many factors as Dr. Vijay Kumar mentioned. We still lack so much things, especially in Kerala. Practical ആയിട്ടുള്ള aspects പഠിക്കുക, communication skills improve ചെയ്യുക. There are so many things which we have yet to learn. കുട്ടികൾക്ക് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിക്കാനുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഓൺലി അക്കൗണ്ട്സ് അക്കാഡമി ഈസ് ഡൂയിങ് സോ മച്ച് freebies like Dr. Vijay Kumar's talk. Make use of it. We encourage all of you to come up with some valid questions to clarify and go with some good knowledge for you to play around with the stock market especially. കുട്ടികളുടെ അവരെ ഡിവൈസിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യാൻ നമുക്ക് അവരെ കാണാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ സെന്റേഴ്സിൽ ചെയ്യണതാകുമ്പോൾ അത് ഉണ്ടാവില്ല.
വേറെ വല്ല സംവിധാനം ഉണ്ടോ? ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ they can type the questions. I think yes, they can type and they can even unmute and talk. അങ്ങനെ ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. They can talk, unmute, talk with the video. ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു ഏരിയ ടു കോൺസെൻട്രേറ്റ്. വി ആർ നോട്ട് കമ്മിങ് ഫോർവേഡ്, എസ്പെഷ്യലി ദ യങ്ങർ ജനറേഷൻ, ടു കം ഔട്ട് ഓഫ് ദാറ്റ് ഇൻഹിബിഷൻ. ആ ഒരു സ്റ്റിഗ്മ ഇപ്പോഴും ഉണ്ട്. But which is very much relevant for you to improve, to compete with the job market. I'm really surprised nobody is coming out. Maybe they are convinced with the information already provided. Arumillamengil, I think we don't want to hold your time and hold you for long. And of course, we will have more discussion in the class level, so they will be free to discuss with their own teachers if at all they come up with something later. We'll go to the next part. Yes, I think we will conclude the session. Thank you so much for the presentation, sir. I personally look forward for this one, and I will definitely, I am convinced with your talks and your indications every year. I am also blessed to be part of the Accounts Academy for the last few years. Before, I never used to, when you are out of India, you are not really bothered to see the budgets and all. So now, after coming to India, I think I started with you to follow the, the trends and the market surveys, and especially the CSR. It's really helping, and the CSR part, though we had in the developed countries before, India CSR ഭയങ്കര നല്ലൊരു ഇംപ്രൂവ്മെന്റ് ആണ്. But some people are misusing, some people are not aware of it, and they are not using. അതിന് കുറച്ചും കൂടി ഒരു എന്താ പറയാ അവയർനെസ് കൊണ്ടുവരണം. അതൊരു അതിലുണ്ടാവും. I think slowly we will reach there. With the digital world, it will definitely. എല്ലാ ഇനീഷ്യേറ്റീവിനും കുറച്ച് ചില ഈ ബാലാരിഷ്ടതകൾ എന്ന് പറയില്ലേ, ഇനീഷ്യലായിട്ട് പ്രോബ്ലംസ് ഉണ്ടാവും. അതെ, അങ്ങനെ ചില ഇഷ്യൂസ് എല്ലാത്തിലും ഉണ്ടാവും. It is coming up now. It is doing well. Yeah, it is doing well, and everybody is appreciating. And of course, one of the major reason is the media, social media. It's giving a lot of reach. At the end of the day, as you said, everybody wants to know what I will gain. So with ഞാൻ ബോർഡിലുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ട് തൃശ്ശൂരിൽ. ഐ എം ഓൺ ദ ബോർഡ്. അപ്പൊ അവരുടെ ഈ കമ്പനിക്ക് അവരെന്നെ സ്പെൻഡ് ചെയ്യണമെന്നില്ല CSR ഫണ്ട്സ്. അവർക്ക് വേറെ NGOസിന് കൊടുക്കാം. അപ്പൊ എൻ്റെ തന്നെ ഒരു ഫ്രണ്ട് നടത്തുന്ന ഒരു NGO ഉണ്ട്. അത് ഓർഫൻ ഗേൾസിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതാണ്. അവിടെ 16 പെൺകുട്ടികൾ, അപ്രോക്സിമേറ്റ്ലി ഓൺലി ഗേൾസ് 16 പേരും ഓർഫൻ ഗേൾസ് ആണ്. ആ ഓർഫൻ ഗേൾസിന് അത് ഇപ്പോ LLB ഒക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട്, LLB ചെയ്യുന്നുണ്ട്, MCOM ചെയ്യുന്നുണ്ട്, നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഇപ്പൊ രാജഗിരി ഹോസ്പിറ്റലില് ജോലി കിട്ടിയിട്ട് പ്രോഗ്രാമിന് വന്നിരുന്നു. വളരെ ഒരു ഹ്യൂമാനിറ്റേറിയൻ. കാരണം അത് ചെയ്യുന്ന ഒരാള്, അദ്ദേഹം ഒരു ബാച്ചുലറാണ്, അദ്ദേഹത്തിന് വേറെ കാര്യത്തിലൊന്നും താല്പര്യമില്ല, അങ്ങനത്തെ കംപ്ലീറ്റ് സോഷ്യൽ സർവീസുള്ള പ്രായമായിട്ടുള്ള ആളാണ്. അപ്പൊ അവർക്കാണ് ഈ ഫണ്ട് പോണത്. അപ്പൊ ദാറ്റ് മണി വിൽ ബി വെരി വെൽ യൂട്ടിലൈസ്ഡ്. അപ്പൊ ഓർഫൻ ഗേൾസിന് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഐ കാൻ തിങ്ക് ഓഫ് എ ബെറ്റർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി on an individual level. Yes, right. True. So kore mechchangal undu. We are definitely we are moving forward with lot of it all comes with the education, the growth, the ministry and the center, what they are doing, the budgets and policies. Those are linked. So education, we are moving in the right direction. Education makes the big difference. And of course the younger generation, our demographic ratio, India is having a very good percentage of the younger generation. Our median age is 27. അതുകൊണ്ട് തന്നെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നാണ് പറയാ. Advantage of having a young population. Demographic dividend. So India has the biggest demographic dividend. We should exploit the demographic dividend. അല്ലെങ്കിൽ it can turn out to be a demographic liability. And knowledge train. അതാണ് അവിടെയാണ് സ്കില്ലിംഗിന്റെ ഒക്കെ തന്നെ ഇമ്പോർട്ടൻസ്. So with your permission, shall I leave? Yes, thank you so much, sir. Wish you good luck, good health. Look forward for the next session. Thank you very much. എന്താ നല്ല ക്ലാസ് ആയിരുന്നു. കുറെ ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ട്.
Okay. എന്തൊക്കെയോ നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ ഇപ്പൊ സാറ് പറഞ്ഞതിനാല ലഭിച്ചിട്ടുണ്ട്. Okay. പിന്നെ പിന്നെ ബജറ്റിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ കുറച്ച് തർക്കങ്ങളൊക്കെ ഇങ്ങനെ കേരളത്തിനൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അതെ, അപ്പൊ അറിയണം താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നല്ല ക്ലാസ് ആയിരുന്നു. Okay, thank you. Okay, once again, best wishes to all the student participants. Same to you. Yes, sir. Thank you so much for your time. We look forward. So I'm leaving. Okay. Okay. Thank you, sir. Have a nice time. Thank you. Sure.